ഓഹോ, അങ്ങനെ വരട്ടെ. കള്ളനീ കൺമണി വിലാസത്തിൽ തന്നെ ഉണ്ടല്ലേ? കള്ളനോ? എവിടെ? ഞാൻ കള്ളനെന്ന് വിശേഷിപ്പിച്ചതേ ബമ്പാട്ടുകുടുങ്ങി പാടിയ ഈ മാന്യനെയാണ്. കാര്യംകുട്ടി കുര്യൻസിന്റെ വൈഫായിരിക്കും. ബട്ട് റെസ്പെക്ടഡ് പേഴ്സണാലിറ്റിയായി ഈ പവൻസിനെ കയറി കള്ളൻസ് എന്ന് വിളിച്ചാലുണ്ടല്ലോ. എങ്ങനെ വിളിക്കാതിരിക്കും? നിന്നെ പോലൊരു ബമ്പാട്ടുകുടുങ്ങി ഈ ഭൂമിയിലില്ലെന്നും നീ ഇല്ലാതെ ജീവിതം അസാധ്യമാണെന്നും കാണിച്ച് ദിവസവും എന്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയക്കുന്ന ഈ വീരനെ പിന്നെന്തോന്ന് ഞാൻ വിളിക്കണം? കുര്യച്ചായനെ കാണാൻ എനിക്കിപ്പോ തോന്നിയത് കൊണ്ട് ഈ മെസ്സേജ് അയപ്പ് വീരനെ കണ്ടുപിടിക്കാൻ പറ്റി. ഈ പവൻസിനെ പറ്റി ഇല്ലാത്ത പറയല്ലേ ജോളി? അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കൂ കുര്യ. ഞാൻ മനസ്സാവാച അറിയാത്ത കാര്യത്തിനാണ് തന്റെ സംക്രാന്തി വൈഫ് എന്റെ നേരെ വാളോങ്ങി വരുന്നത്. ഇയാൾ ഉരുളുവൊന്നും വേണ്ട. ദിവസവും പ്രണയ സന്ദേശങ്ങൾ അയച്ചുകൊണ്ട് എന്നെ ശല്യപ്പെടുത്തുന്നത് താൻ. ഈ ബമ്പാട്ടുകുടുങ്ങിയുടെ അർത്ഥം കുര്യച്ചായൻ അറിയാവോ? ഗുലാബ് ജാം പോലെയുള്ള ഒരു ബേക്കറി പലഹാരമല്ലേ ജോളി അത്? ആനമൊട്ട. എന്റെ പൊന്നെ, ബമ്പാട്ടുകുടുങ്ങി എന്ന് പറഞ്ഞ അടിപൊളി പെണ്ണെന്നാ. കഷ്ടകാലത്തിന് ഈ പെണ്ണിങ്ങോട്ട് കാലെടുത്ത് കുത്തിയതും എന്റെ നാവിൽ നിന്ന് വീണതും ബമ്പാട്ടുകുടിയായിപ്പോയി. എനിക്കാണെങ്കിൽ ഈ പാട്ട് ഇപ്പോഴും ഹരം തന്നെയാണ്. നിങ്ങളുടെ ഭാര്യമാരും വല്ല എംപ്ലോയീസോ വല്ലതും ആണോ? അങ്ങനെ ഒരു കുടുംബ സൗഭാഗ്യം എന്റെ ഈ ചങ്ങാതിമാർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്കൊക്കെ ഓരോ പ്രപ്പോസൽസ് മുറുകെ വരുന്നുണ്ട്. ഒരു മിനിറ്റ്. പിന്നെ നിന്റെയൊക്കെ ഫാമിലി നാട്ടിലെന്ന് കുറച്ചു മുമ്പാ പറഞ്ഞത്. അത് ചേട്ടാ, എന്റെ വെഞ്ഞാറമാട് കുടുംബത്തിലെ അച്ഛൻ, അമ്മ, 2 പെങ്ങന്മാര്, ഇവരെയാണ് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ പാലക്കാട് തത്തമംഗലത്തെ എന്റെ ഫാമിലിയിൽ ഫാദർ, മദർ, 2 സിസ്റ്റേഴ്സ്. ശരിയാണ് സാറേ, ചെറിയ കുടുംബങ്ങൾ. ശരിയോടെ, ഞാൻ പിന്നെ വിളിക്കാവേ. ഞങ്ങൾക്കുള്ള ഫ്ലാറ്റ് റെഡിയാവാനേ 3-4 മാസം എടുക്കും. അതുവരെ വാടകയ്ക്ക് താമസിക്കണമെന്നാണ് അവള് പറയുന്നത്. ഇതുവേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വനിതാ CPO വന്ദന താമസിക്കുന്നിടത്ത് 3000-ന്റെ ഒരു വീട് കിടപ്പുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതെടുക്കാം. CPO ജയശീലിന്റെ ഈ കോമഡി വിധു കേൾക്കാഞ്ഞത് ഭാഗ്യം. നിങ്ങൾ ഈ പറഞ്ഞ വീടുണ്ടല്ലോ, അവരുടെ വേലക്കാർക്ക് പറ്റും. ഞങ്ങൾ കഴിയാൻ പോകുന്നതേ 10,000-ന്റെ വാടക വീട്ടിലാണ് സുഹൃത്തുക്കളെ. അയ്യോ, ഇത്രയും റെന്റുള്ള വീട്ടിൽ വിനു വിധു ദമ്പതിമാർ കേസരയോഗത്തോടെ ആടെ കഴിയാൻ പോകുന്നത്. അത് നിങ്ങൾക്കൊക്കെ വന്ന് കാണുമ്പോൾ മനസ്സിലാവും. ഇത്ര ആയ സ്ഥിതിക്ക് ആ ചെല്ലക്കിളിയുടെ പടം നിങ്ങളൊന്ന് കാണും. ആഹാ, ഇത് നമ്മുടെ ജോലിനെക്കാളും സൂപ്പർ ആണല്ലോ. അല്ല, താൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ജീവചരിത്രം മുഴുവൻ പറഞ്ഞെങ്കിലും ഞാൻ ഇതുവരെ ആളിനെ കണ്ടിട്ടില്ലല്ലോ. എനിക്ക് തന്നെ ഇതുവരെ കാണാൻ സമയം കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ തിരക്കോടെ ക്രിമിനൽ വക്കീലല്ലേ വിധു? ഇത് വിട്ടോ സാറ്, ഡൽഹി സെറ്റിൽഡാ. ഒരു സിനിമ ചെയ്യാൻ പോവുകയാണ്. എനിക്കറിയാം. പറയും പോലെ നിങ്ങളുടെ മസറഹള്ളി യാത്രയെ പറ്റി പറഞ്ഞില്ലല്ലോ. പ്രോജക്റ്റ് എന്തായി? സ്വൽപ്പം ഡിലേ വരും. അതിന്റെ കാശൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. സാമ്പത്തിക ലാവിഷായി പണ്ടേ ഉണ്ടല്ലോ. പക്ഷേ മസനകളിൽ ചെന്നപ്പോൾ നിങ്ങളുടെ ഡയറക്ടറുടെ മട്ടുമാറി. അതാണ് കാര്യം. ആരാണ് ഈ സാഗർ? ഇദ്ദേഹമാണ്, റിട്ടയർഡ് SI ആണ്. മെഗാസ്റ്റാർ മംഗൽകുമാറിന്റെ ഡേറ്റ് എന്റെ കൈവശമുണ്ട്. എന്നാ പിന്നെ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുന്നേ. ജോലി, ഇതാണ് നമ്മുടെ ഹൗസ് ഓണർ സാഗർ സാർ. പരിചയപ്പെടാൻ കഴിഞ്ഞത് സന്തോഷം. പുതിയ സീരിയലിന്റെ പേരെന്തോ പറയുന്ന കേട്ടല്ലോ? നീ ചിരിയിൽ അലിയുന്ന ജീവരാഗം. വെരി ഗുഡ്. ജോളി, ഇതെന്റെ ചിറ്റപ്പൻ ഫ്രാൻസിസ് മുത്തശ്ശൻ. ഞാനൊരു കവിഞ്ഞ സാഹിത്യകാരനൊക്കെയാണ്. നമുക്ക് സെൽഫി എടുക്കാം. അടുത്തോട്ട് ചേർന്നു. നിന്നെ കണ്ട കൂട്ടത്തിന് വെച്ചതിന് മുമ്പ് അവർ എന്റെ ഒറ്റ തോഴന്മാരാണ്. അങ്ങനെയുള്ള ബിനുവിനെയും പവൻസിനെയും വിട്ട് തൽക്കാലം എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. വെറുതെ അല്ല എന്റെ ഫോണിലേക്കുള്ള കണ്ടവന്മാരുടെ വൃത്തികെട്ട സന്ദേശങ്ങളുടെ എണ്ണം കൂടി കൂടി വരുന്നത്. ഇന്നലെ കിട്ടിയ മറ്റേ പ്രതിയുടെ മെസ്സേജിലെ വാചകം അറിയണോ കുര്യച്ചന്? ഭവതി എന്തിനാണ് ഷാർജ ഗഫൂറിന്റെ പേയിങ് ഗസ്റ്റായി താമസിച്ച് ജീവിതം ഇങ്ങനെ വേസ്റ്റ് ആക്കുന്നത്? ഒരു പൈസ പോലും പേ തരാതെ നിനക്കെന്റെ ഗസ്റ്റായിട്ട് എത്ര നാള് വേണമെങ്കിലും കഴിഞ്ഞുകൂടെ? നേരെ മറിച്ചിപ്പോ കുര്യച്ചാനും ഞാനും ഒന്നിച്ചാ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കിപ്പോ ഇതുപോലൊരു അവഹേളനം ഉണ്ടാവുമായിരുന്നോ? അപ്പോഴാ ഗഫൂർഖയുടെ വീട്ടിൽ ഒറ്റയ്ക്കാണ് നീ കഴിയുന്ന അറിയാവുന്ന ആരോ ഒരാളാണ് ഇതിന്റെ സൂത്രധാരൻ. എന്നാൽ ഇനി ഒട്ടും വഹിക്കേണ്ട, പണി തുടങ്ങിയേക്കാം. എന്നാൽ എനിക്കിനി സമാധാനമായിട്ട് വർക്കിന് പോകാലോ. എവിടെയാണ് വർക്ക്? കരിക്കകം വീട്ടില്, മൈ ഡിയർ മരുമകളുടെ. നമസ്കാരം. നമസ്കാരം. നമ്മുടെ ബ്രിട്ടോ സാർ വന്നിട്ടുണ്ട്. മനസ്സിലായില്ല. ഇതാണ് പ്രൊഡ്യൂസർ. ഓക്കെ, ഡോൺ ബ്രിട്ടോ സാർ.
ഹലോ മിസ്റ്റർ ഡോൺ ഗ്ലാഡ് ടു മീറ്റ് യു മിസ്റ്റർ ടോണി. സോറി, തൊമ്മി കുരിശിങ്കൽ. ഇദ്ദേഹം പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ്. അതുകൂടാതെ ഒരു ഗായകനും കൂടിയാണ്. ഓ നൈസ് ഗ്ലാഡ് ടു ടു മീറ്റ് മീറ്റ് യു. കാണാൻ കഴിഞ്ഞു, വളരെ സന്തോഷം. സാറേ, നമ്മുടെ നായിക വന്നിട്ടുണ്ട്. ഓഹോ, ജോളി സംക്രാന്തി. ഹലോ, വരൂ, നമുക്ക് അകത്തോട്ടിരിക്കാം.